നമസ്കാരം, എൻ്റെ പേര് ജിതീഷ്. ഞാൻ ഇന്ന് ആദ്യമായിട്ടാണ് ഇങ്ങനെ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ പൊറുക്കണേ. ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യാൻ കാരണം എന്ന് വെച്ചാൽ സോഷ്യൽ ഡിലമ്മ എന്ന നെറ്റ്ഫ്ലിക്സിൽ ഇറങ്ങിയ ഡോക്യുഡ്രാമ കണ്ടതുകൊണ്ടാണ്. ഇത് എന്നിൽ വലിയൊരു ഇമ്പാക്റ്റാണ് ഉണ്ടാക്കിയത്. ഇത് ഞാൻ കാണാൻ കാരണം എന്ന് പറഞ്ഞാൽ എൻ്റെ ഫ്രണ്ട്സിൻ്റെ ഇൻസ്റ്റഗ്രാം വാട്സപ്പ് സ്റ്റാറ്റസുകളിൽ എന്നെ കണ്ടു സോഷ്യൽ ഡിലമ്മ മസ്റ്റ് വാച്ച് എന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ കാണാൻ കാരണം. കണ്ടു കഴിഞ്ഞപ്പോഴാണ് അതിന് സോഷ്യൽ മീഡിയൻ്റെ യാഥാർത്ഥ്യം മനസ്സിലാവുന്നത്. ഇത് നമ്മൾ തീർച്ചയായും കാണേണ്ടതാണ്. ഞാൻ ഇതിൻ്റെ പ്രമേയമാണ് ഈ വീഡിയോയിലൂടെ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അതിനു മുമ്പ് ഒരു കാര്യം, നിങ്ങൾ എൻ്റെ യൂട്യൂബ് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ താഴെ കാണുന്ന ഈ ചുവപ്പ് ബട്ടൺ അമർത്തി സബ്സ്ക്രൈബ് ചെയ്യുക. ചിലർക്ക് ഒരു ധാരണയുണ്ട്, അതായത് നമ്മൾ ന്യൂസ് പേപ്പർ, മാഗസീൻ പോലുള്ള സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അവർ പൈസ ഈടാക്കുന്നുണ്ടല്ലോ, അതേപോലെ യൂട്യൂബ് നമ്മളിൽ നിന്ന് പൈസ ഈടാക്കുമെന്നൊരു ധാരണയുണ്ട്. അത് തീർത്തും ഒരു തെറ്റായ ധാരണയാണ്. ഇത് തീർത്തും സൗജന്യമാണ്. നിങ്ങൾ ധൈര്യമായിട്ട് ഈ സബ്സ്ക്രൈബ് ബട്ടൺ നോക്കിക്കോളൂ. നിങ്ങൾ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടമായില്ലെങ്കിൽ എന്തുകൊണ്ട് ഇഷ്ടമായില്ലെന്ന് താഴെ കമൻറ്റ് ചെയ്യുമല്ലോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. സോഷ്യൽ മീഡിയയുടെ നമ്മൾ ആരും ചിന്തിക്കാത്ത നെഗറ്റീവ് വശത്തെക്കുറിച്ചാണ് സോഷ്യൽ ഡിലമ്മ ചർച്ച ചെയ്യുന്നത്. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഗൂഗിൾ, ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, ട്വിറ്റർ, യൂട്യൂബ് പോലുള്ള വമ്പൻ കമ്പനികളിൽ വർക്ക് ചെയ്തവർ തന്നെയാണ് ഇതിൻ്റെ ദൂഷ്യവശങ്ങളെക്കുറിച്ച് നമ്മളോട് പറയുന്നത്. ഒരു ഭീതിജനകമായ ടോണിലൂടെയാണ് ഈ ഡോക്യുഡ്രാമ തുടങ്ങുന്നത്. ഗ്രീക്ക് ചിന്തകനായ സോഫോക്കിൾസിൻ്റെ വാചകത്തിലൂടെയാണ് ഇത് തുടങ്ങുന്നത്. നത്തിങ് വാസ്റ്റ് എൻഡേഴ്സ് ദ ലൈഫ് ഓഫ് മോർട്ടൽസ് വിത്തൗട്ട് എ കേഴ്സ്. അതായത് മർത്യന്റെ ജീവിതത്തിൽ വിപുലമായ ഒരു വസ്തുവും ഒരു ശാപം കൂടാതെ വരില്ല എന്നാണ്. സോഷ്യൽ ഡിലമ്മ ഡയറക്റ്റ് ചെയ്തത് ജെഫ് ഓർലോസ്കി ആണ്. ഇഫ് യു ആർ നോട്ട് പേയിങ് ഫോർ ദ പ്രൊഡക്റ്റ് ദെൻ യു ആർ ദ പ്രൊഡക്റ്റ്. നിങ്ങളൊരു ഉൽപ്പന്നത്തിന് പണം കൊടുക്കുന്നില്ലെങ്കിൽ നിങ്ങളാണ് ആ ഉൽപ്പന്നം. നമ്മളെല്ലാവരും സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവരാണ്. അപ്പോൾ എന്താണ് സോഷ്യൽ മീഡിയ, എങ്ങനെയാണ് സോഷ്യൽ മീഡിയ പ്രവർത്തിക്കുന്നതെന്ന് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. ഞാൻ ആദ്യം തന്നെ പറയാം, ഈ സോഷ്യൽ മീഡിയ അഡിക്ഷൻ എന്ന് പറയുന്നത് ഒരു ചെറിയ വിഷയമാണ്. അതിലും വലിയൊരു വിഷയമാണ് ഈ സോഷ്യൽ മീഡിയ എന്ന അഡിക്ഷൻ്റെ ഭാഗമായിട്ട് നമ്മളിലേക്ക് കുത്തിവെക്കപ്പെടുന്ന ഈ AI എന്ന് പറഞ്ഞ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉണ്ട്. ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ടീം ബിൽഡ് ചെയ്യുന്ന ഒരു മോഡലുണ്ട്. ആ മോഡൽ നമ്മളിലേക്ക് കുത്തിവെക്കാം. ഈ കമ്പനിയൊക്കെ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് ചിന്തിച്ചാൽ നമുക്ക് പിടികിട്ടും. ഇത് ഈ ഇൻ്റർനെറ്റ് കിട്ടുന്ന എല്ലാം ഫ്രീ ആണെന്നാണ് നമ്മുടെ ഒരു ധാരണ. പക്ഷെ അതങ്ങനെയല്ല. ഇതൊന്നും ഫ്രീ അല്ല. ഇതിന് പരസ്യക്കാർ തുക മുടക്കുന്നുണ്ട്. അപ്പോൾ ദ സോഷ്യൽ ഡിലമ്മ എന്ന ഡോക്യുഡ്രാമയുടെ പ്രമേയം എന്താണെന്ന് വെച്ചാൽ, എപ്പോൾ പരസ്യക്കാർ ആവുന്നോ അവിടെ നമ്മളാണ് വിൽക്കപ്പെടുന്നത്, അവിടെ നമ്മളാണ് യൂസർ. അപ്പോൾ എന്താണ് ഈ യൂസർ? പൊതുവെ രണ്ട് മേഖലയിലാണ് യൂസർ എന്ന് അത് ഉപയോഗിക്കുന്ന ആളെ പറയപ്പെടുന്നത്. ഒന്ന് ഡ്രഗ്, അവിടെയാണ് നമ്മൾ യൂസർ ആയിട്ടാണ് അറിയപ്പെടുന്നത്. രണ്ടാമത് പറഞ്ഞാൽ സോഫ്റ്റ്വെയർസ്, അവിടെ നമ്മൾ യൂസറാണ്. അപ്പോൾ അവിടെ നമ്മളാണ് ഉൽപ്പന്നമാക്കപ്പെടുന്നത്. സോഷ്യൽ മീഡിയ കമ്പനികളിലൊക്കെ നമ്മളാണ് വിൽക്കുന്നത്. ഒരു ഉദാഹരണം പറയാം. നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോൾ ടീച്ചേഴ്സ് പേ അറ്റൻഷൻ എന്ന് പറയാറുണ്ട്. അതായത് നമ്മുടെ ശ്രദ്ധ അങ്ങോട്ട് കേന്ദ്രീകരിക്കാൻ വേണ്ടിയിട്ട് പറയാറുണ്ട്. പേ അറ്റൻഷൻ എന്ന് പറയും. അതായത് നമ്മുടെ ശ്രദ്ധ എന്നത് ഒരു വിഭവമാണ്, ഒരു എന്താ പറയുക, അമൂല്യമായ വിഭവമാണ്. സൈക്കോളജി പഠിച്ചിട്ട് നമ്മളെങ്ങനെ ബിഹേവ് ചെയ്യുന്നത് പഠിച്ചിട്ടാണ് ഇവർ ഇതൊക്കെ ഉണ്ടാക്കുന്നത്, ഈ അൽഗോറിതം ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കുന്നത്. അതായത് നമ്മുടെ ശ്രദ്ധ എത്ര നേരം പിടിച്ചു പറ്റാൻ പറ്റുമോ അങ്ങനത്തെ കണ്ടന്റ്സ് തന്നിട്ട് അപ്പോൾ നമ്മളിങ്ങനെ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുമല്ലോ. അപ്പം സത്യം പറഞ്ഞാൽ നമ്മുടെ ശ്രദ്ധ അവർക്ക് പണമാണ്. അതായത് അറ്റൻഷൻ എന്ന് പറയുന്നത് അവർക്ക് പണമാണ്. നമ്മുടെ അറ്റൻഷൻ അതിലൂടെയാണ് അവർ പണം ഉണ്ടാക്കുന്നത്. നമ്മളെ ഓരോ ക്ലിക്കും അതിലൂടെ അവർ പൈസ ഉണ്ടാക്കുന്നുണ്ട്. നമ്മൾ ഓരോ പരസ്യം ക്ലിക്ക് ചെയ്യുമ്പോഴും ഒക്കെ അവർ പൈസ ഉണ്ടാക്കുന്നുണ്ട്. അതാണ് മെയിനായിട്ട് ഈ സോഷ്യൽ ഡിലമ്മയിലൂടെ അതൊക്കെയാണ് പറയുന്നത്. പിന്നെ നമ്മളുടെ ഈ ടീനേജ് കുട്ടികളുടെ ഫോട്ടോ ഒക്കെ ഇട്ടിട്ട് ഇപ്പോൾ ലൈക്കൊന്നും കിട്ടിയില്ലെങ്കിൽ, ഇപ്പോൾ എത്ര പേര് എനിക്ക് തന്നെ അറിയുന്ന കുറേ ആൾക്കാരുണ്ട്, ഇങ്ങനെ ലൈക്കൊന്നും കിട്ടാണ്ട് അവരിങ്ങനെ വിഷമിച്ചിട്ട്, എടാ എനിക്ക് ലൈക്കൊന്നും കിട്ടുന്നില്ല, എടാ ഈ ഷെയർ ചെയ്യടാ, ഇതൊന്ന് ഷെയർ ചെയ്ത് കുറേ എത്തിക്കാം. ഫേസ്ബുക്കിലും ഇൻസ്റ്റയിലും ട്വിറ്ററിലും അതേമാതിരി അവിടെയൊക്കെ വർക്ക് ചെയ്തവരാണ് ഇതിനെ പറ്റി പറയുന്നത്. അവർ പറയുന്നത്
അവരുടെ മക്കളെ അവരൊരിക്കലും ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ കയറാൻ അനുവദിക്കില്ല എന്നാണ്. സിഗരറ്റ് വലിക്കാനായാലും അല്ലെങ്കിൽ മദ്യപിക്കാനായാലും ഒരു വയസ്സുണ്ട്, ഒരു ഏജ് റെസ്ട്രിക്ഷൻ ഉണ്ട്. പക്ഷേ ഈ സോഷ്യൽ മീഡിയയിൽ കയറാൻ ഇപ്പം ജനിച്ച് വളർന്ന് വരുന്ന കുട്ടികൾ തന്നെ സോഷ്യൽ മീഡിയയിലാണ്. ഇപ്പം ടിക്ടോക്ക് പോലുള്ള ഇതിൽ കുട്ടികളെ വീഡിയോസ് ഒക്കെ വെച്ച് കിട്ടുന്നുണ്ടല്ലോ. അപ്പോൾ നമ്മൾ അവരോട് ശരിക്കും ചെയ്യുന്ന ഒരു തെറ്റാണത്. അപ്പോൾ ശരിക്കും ഒരു 18 വയസ്സൊക്കെ കഴിഞ്ഞിട്ടാണ് ശരിക്കും സോഷ്യൽ മീഡിയ അക്കൗണ്ട്സ് തുടങ്ങേണ്ടതാണ് അവർ പറയുന്നത്. അപ്പോഴാണ് നമുക്കൊരു ബുദ്ധി വെച്ച് അതായത് ഇതല്ല റിയൽ ലൈഫ് എന്ന പുറത്താണ്, നമ്മുടെ ശ്രദ്ധയാണ് ഇവിടെ വിൽക്കപ്പെടുന്നത്. അപ്പോൾ ഇവിടെ പരസ്യക്കാർ കസ്റ്റമേഴ്സും നമ്മൾ അവരുടെ ഉൽപ്പന്നം, നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും നിരീക്ഷിക്കുകയും രേഖപ്പെടുത്തിയും സൂക്ഷിച്ചു വെക്കുകയാണ് ഇവർ ചെയ്യുന്നത്, ഈ അൽഗോരിതം. അപ്പം കൃത്യമായി പറഞ്ഞാൽ നമ്മൾ എപ്പോഴാണ് ഡിപ്രസ് ആകുന്നത്, നമ്മൾ എപ്പോഴാണ് സന്തോഷവാനായിരിക്കുന്നത്, നമ്മൾ എപ്പോഴാണ് ദുഃഖിക്കുന്നത്, ഇതെല്ലാം അവർ കൃത്യമായിട്ട് റീഡ് ചെയ്യും. നിങ്ങൾ പാതിരാത്രി എന്താ ചെയ്യുന്നത് എന്ന് അവർക്കറിയാം. കൃത്യമായി പറഞ്ഞാൽ നിങ്ങളെ സമ്പൂർണമായിട്ട് അവർക്കറിയാം. അങ്ങനെയല്ല, നിങ്ങളെക്കാൾ അവർക്ക് നിങ്ങളെ അറിയാം. അങ്ങനെയാണ്. ഇനിയിപ്പം ഭാവി കാലങ്ങളിലൊക്കെ അതായത് നമ്മൾ ഇങ്ങനെയാണെന്ന് അറിയില്ല. അതായത് നമ്മളിപ്പോൾ ഇങ്ങനത്തെ ഒരു സ്വഭാവമാണെന്ന് നമുക്ക് തന്നെ അറിയലുണ്ടാവില്ല. പക്ഷെ അതിനു മുമ്പേ നമ്മൾ എവിടെയാണോ എന്നുള്ളത്, നിങ്ങളുടെ പേഴ്സണാലിറ്റി നിങ്ങൾ ഇപ്പോൾ ഒരാൾ പരിചയപ്പെടുത്താൻ പറഞ്ഞു കൊടുക്കും ഞാൻ എങ്ങനെയാണുള്ളത്. പക്ഷേ അൽഗോരിതത്തിന് ശരിക്കും നിങ്ങളുടെ പേഴ്സണാലിറ്റി എങ്ങനെയാണെന്ന് അറിയാൻ പറ്റും. സോഷ്യൽ മീഡിയ ഒരു ടൂളാണ് ആവേണ്ടത്. പക്ഷെ ഇവിടെ നമ്മളെ അവർ ടൂളായി ഉപയോഗിക്കുകയാണ്. സത്യം പറഞ്ഞാൽ നമ്മൾ അവരുടെ അടിമയായി പോവുകയാണ്. യൂട്യൂബ്, ട്വിറ്റർ, ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം എന്ന പോലെയുള്ള സോഷ്യൽ മീഡിയയുടെ ഫോട്ടോസും കണ്ടന്റ്സും ഒക്കെ എഴുതുന്ന അവിടെ അറിയപ്പെടുന്നത് ഫീഡ്സ് എന്നാണ്. ഫീഡിന്റെ അർത്ഥം ഭക്ഷണം കൊടുക്കുക അല്ലെങ്കിൽ ഊട്ടുക എന്നൊക്കെയാണ്. അതെ, നമ്മളുടെ ബ്രെയിനിലേക്ക് അവരിങ്ങനെ കുത്തിവെക്കപ്പെടുകയാണ് ഓരോരോ കണ്ടന്റ്സ്. ഇതിൽ വരുന്ന ഈ ഫീഡ്സിൽ വരുന്നത് ശരിക്കും നമ്മളെ പേഴ്സണാലിറ്റി ശരിക്കും ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുക വേറൊരു തരത്തിലേക്ക്. ഇപ്പം അവിടെ എന്താണ് പറയുന്നത്, ഇപ്പം തെറ്റ് ഏതാണ് ശരി ഏതാണ് നമുക്ക് തന്നെ മനസ്സിലാവില്ല. ഇപ്പം ഫേക്ക് ന്യൂസിന്റെ കാലഘട്ടമാണ്. ഇപ്പം അതിൽ പലതും അവരുടേതായ അഭിപ്രായം അവർ ഒന്നും സ്ഥിരീകരിക്കാണ്ട് അതിനകത്ത് തൊടുത്തു വിടുകയാണ്. സോഷ്യൽ ടെലിമയിൽ പറയുന്നുണ്ട് ഈ പരന്ന ഭൂമി സിദ്ധാന്തം, അതേപോലെ എന്താ പറയുക, കൊറോണ വൈറസ് ഇല്ല, അതൊരു മിഥ്യാധാരണയാണ്, അങ്ങനെയൊക്കെ ഈ ഡോക്യുമെന്ററിയിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ദ സോഷ്യൽ ടെലിമ ഭയാനകമായിട്ടാണ് കാര്യങ്ങൾ അവതരിപ്പിച്ചിരിക്കുന്നത്. ഞാനൊരു റെമഡി പറയാനെന്ന് വെച്ചാൽ, എന്താ പറയുക, നമ്മളിപ്പോൾ എന്തെങ്കിലും ടൈപ്പ് ചെയ്ത് നോക്കുമ്പോൾ, സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ നമ്മൾ ഒരു വീഡിയോ കാണും. പിന്നെ അങ്ങനെ കുറേ റിക്കമെൻഡ്സ് കാണും. അതൊക്കെ ആ തംബ്നെയിലൊക്കെ കാണുമ്പോൾ ക്ലിക്ക് ചെയ്ത് കാണാൻ തോന്നും. പക്ഷെ അത് അങ്ങനെ ചെയ്യാതിരിക്കുക. നമുക്ക് വേണ്ടത് എന്താണോ അത് നോക്കുക, എന്നിട്ട് ഓഫാക്കി വെക്കുക. അങ്ങനെ നമ്മളൊരു കൺട്രോൾ വെച്ചിട്ടുണ്ടെങ്കിൽ സോഷ്യൽ മീഡിയ നല്ലതാണെന്നാണ് എൻ്റെ അഭിപ്രായം. പിന്നെ എല്ലാത്തിനും നമ്മളിപ്പോൾ ഒരു ലിമിറ്റ് വേണമെന്ന് പറയുന്നത് കേട്ടില്ലേ? അപ്പം അതേമാതിരി അതിനൊരു ലിമിറ്റ് വെച്ചാൽ ഒരു കുഴപ്പമില്ല. ഇതേപോലെ പണ്ട് എൻ്റെ അവസ്ഥ തന്നെ പറയാം. എൻ്റെ അവസ്ഥ പറഞ്ഞാൽ, ഞാൻ ഡിഗ്രി ഫസ്റ്റ് ഇയർ ആകുമ്പോഴാണ് ഒരു ജിയോ സിമ്മൊക്കെ എടുക്കുന്നത്. അപ്പോഴാണ് ശരിക്കും ഓൺലൈൻ എന്ന് പറഞ്ഞിട്ട് ഫുൾ ടൈം ഓൺലൈൻ എന്നുള്ളൊരു ഇതിലെത്തിപ്പോകുന്നത്. കാരണം ഇങ്ങനെ ഓരോ വാട്സപ്പിൽ ഇപ്പോൾ ആരെയും മെസ്സേജ് അയക്കണ്ടോ വിചാരിച്ചിട്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് എടുത്ത് നോക്കും. പിന്നെ ഇൻസ്റ്റാഗ്രാമിൽ തുടങ്ങിയതിന് ശേഷം പിന്നെ ഫോട്ടോ ഇടുമ്പോൾ എത്ര ലൈക്ക് കിട്ടി, അല്ലെങ്കിൽ ഇവർ കണ്ടിട്ട് എന്താ അഭിപ്രായം, എന്താ കമൻറ്റ്, ഒക്കെ വിചാരിച്ച് ഞാൻ പണ്ട് ഇങ്ങനെ എന്താ പറയുക, അതാണ് വലിയ എന്തൊരു സംഭവമാണ് നാട്ടിൽ ഞാൻ എപ്പോഴും നോക്കി കുത്തിരിക്കുകയാണ്. ഫേസ്ബുക്ക് ഞാൻ പണ്ട് ഉപയോഗിച്ചിരുന്നു, പക്ഷെ അത്രയ്ക്ക് അങ്ങനെ അങ്ങോട്ട് ഫേസ്ബുക്ക് അങ്ങനെ ഉപയോഗിക്കാറില്ല. അപ്പോൾ ഇതൊക്കെ പറഞ്ഞാൽ ഞാൻ പണ്ട് ശരിക്കും എനിക്ക് പഠിക്കാനേ സത്യം പറഞ്ഞാൽ പറ്റാറില്ല. ഞാൻ ഫുള്ള് ഇതിൽ തന്നെ നോക്കി കുത്തിരിഞ്ഞ് ഫുൾ ടൈം ഫോണിൽ ഇപ്പം അറിയാൻ മെസ്സേജ് അയക്കുന്ന അതിന് റിപ്ലൈ കൊടുക്കുക. അങ്ങനെ എന്താ പറയുക, എനിക്ക് തന്നെ എന്താണ് പ്രധാനപ്പെട്ടത് എന്താണ് അപ്രധാനം മനസ്സിലാക്കാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. വീട്ടിൽ നിന്നായാലും അച്ഛനായാലും അമ്മയായാലും എപ്പോഴും ചീത്ത അറിയും. അങ്ങനെ എന്താ പഠിക്കാത്തത്, ഫുൾ ടൈം ഫോണിലാണല്ലോ പറയും. പക്ഷേ ഞാൻ എന്താ പറയുക, അപ്പം ഒരു തിരിച്ചറിയില്ലാത്തൊരു മാതിരിയായിരുന്നു ആ ടൈമിൽ. റിസൾട്ടൊക്കെ വന്നതിന് ശേഷമാണ് എനിക്ക് കൃത്യമായിട്ട് ബോധ്യപ്പെട്ടത് ഫോണിൻ്റെ ഒരു അഡിക്ഷനായി മാറുകയാണെന്ന്. പിന്നെ ഞാൻ റീചാർജ് ചെയ്യാണ്ട് അങ്ങനെയൊക്കെ നിന്ന് നോക്കി. അപ്പോഴും അങ്ങനെ വലിയൊന്നും തോന്നിയില്ല. പക്ഷെ എന്നാലും പിന്നെയും നമുക്ക് എന്താ മെസ്സേജ് വന്നില്ല, ആ ഗ്രൂപ്പിൽ ഇപ്പം ഇവരെന്തെങ്കിലും നോട്ട്സ് ഇട്ടുണ്ടാവോ, അല്ലെങ്കിൽ എന്താ പറയുക, എന്താണ് ഇപ്പം നടക്കുന്നത്, അല്ലെങ്കിൽ കാരണം ഇപ്പം തന്നെ ഇപ്പം ക്ലാസ്സിൽ പോയാൽ ഞാൻ എന്താ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവും. അപ്പം ഞാൻ ഇപ്പം എന്താണെന്ന് ചോദിക്കുമ്പം അവർ ചോദിക്കും, അല്ല ഈ ഗ്രൂപ്പ് കണ്ടില്ലേ, ഈ ഗ്രൂപ്പ് പോയി വായിച്ചു നോക്ക്.
അപ്പോൾ നമ്മളൊന്നും അറിയാത്ത അടുത്തൊരു ഫീലിംഗ് ഒരു വരും. അതായത് നമ്മളെ പിയറിൻ്റെ അടുക്ക് പിയർ ഗ്രൂപ്പ്സ് എന്നതിന് കേട്ടില്ലേ, അപ്പം പിയറിൻ്റെ അടുക്ക് നമ്മൾ എന്തോ അറിയാത്തായിട്ട് തോന്നും. അപ്പം നമുക്ക് അത് പിയർ പ്രഷർ എന്നൊക്കെ പറയും. അതായത് ഒരു കൂട്ടം ചെയ്യുന്നത് നമ്മളും ആ കൂട്ടത്തിൽ ഉൾപ്പെടാൻ വേണ്ടിയിട്ട് നമ്മളും അങ്ങനെ ചെയ്യുമല്ലോ. അങ്ങനത്തെ ഓരോ അവസ്ഥയാണ് ഇപ്പം എന്താ പറയുക ഈ സോഷ്യൽ മീഡിയ നമ്മളെ കൊണ്ടെത്തിച്ചിരിക്കുന്നത്. അപ്പോൾ എനിക്ക് ഇപ്പം വീഡിയോ ഞാൻ പറഞ്ഞ് നിർത്താൻ പോവാണ്. അപ്പോൾ എനിക്ക് പറയാനുള്ളത് പറഞ്ഞാൽ ഇപ്പം യൂസ് വൈസ്ലി. ഒരു കോയിൻ്റെ പോലെ 2 സൈഡ്സ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ നോക്കിയും കണ്ടും ഉപയോഗിച്ചാൽ എല്ലാം നല്ലത് തന്നെയാണ്. നമ്മൾ എന്ത് ഇതാക്കുമ്പോഴും അതിൽ തന്നെ മുഴുകിയിരിക്കാണ്ട് ആയിപ്പോവുക. അതായത് എല്ലാത്തിനും ഒരു ടൈം വെക്കുക. ഇപ്പം ഫോൺ ഇപ്പം എത്ര നേരം ഉപയോഗിക്കുന്നുണ്ടെന്നുള്ള ടൈം വെക്കുക. അല്ലെങ്കിൽ ഇപ്പം നമ്മളിങ്ങനെ ഉപയോഗിച്ചുകൊണ്ടേയിരിക്കും. ഇപ്പം യൂട്യൂബ് തന്നെ അതിൽ തന്നെ വരുന്നുണ്ട്. അപ്പോൾ 1 മണിക്കൂർ ഉപയോഗിച്ചാൽ നോട്ടിഫിക്കേഷൻ വരാനുള്ള അതേമാതിരിയൊക്കെ നോക്കി വെക്കുക. അപ്പം അത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ്. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു, കുറച്ച് അറിവും കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പം ഇഷ്ടമായെങ്കിൽ ലൈക്ക് അടിക്കുക, ഇഷ്ടമായില്ലെങ്കിൽ എന്തുകൊണ്ട് ഇഷ്ടമായില്ല എന്ന് കമൻറ്റ് ചെയ്യുമല്ലോ. താങ്ക്സ് ഫോർ വാച്ചിങ്.